ഹായ്, SL ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് തിരികെ വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ് തിരികെ വരാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അവർ തിരികെ വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നിങ്ങൾ പണ്ടത്തെ ആ ഒരു ഇഷ്ടം വെച്ചിട്ടോ ആ ഒരു ഇമോഷന്റെ പുറത്തോ തീരുമാനങ്ങൾ എടുക്കാതെ, അതായത് അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കൊണ്ടുവരാതെ അതിനു മുമ്പേ നിങ്ങൾ അവരോട് ചോദിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ, അതായത് തിരികെ വരാൻ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ തിരികെ വന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാം. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് നീ തിരികെ വന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ അവര് തിരികെ വരാനായിട്ട് മേ ബി നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടുണ്ടാവാം, മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കാം, ഇപ്പൊ വീണ്ടും ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ തിരികെ വരാൻ എന്താണ് കാരണം എന്നുള്ളത് ചോദിക്കാം. അതേപോലെ നമ്മൾ വേർപിരിഞ്ഞതിനെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? അതായത് നമ്മൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താണ് ഫീൽ ചെയ്തത്? മേ ബി അവർക്ക് ഒറ്റപ്പെടലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് വിഷമമുണ്ടായി എന്ന് പറയുന്നുണ്ടാവും, ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അവർക്ക് ഫീൽ ചെയ്തത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അവരോട് ചോദിക്കണം. അപ്പൊ ചിലര് ഇതിൽ പറയാൻ സാധ്യതയുള്ളത്, എനിക്ക് നീ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല, ആരും ഇല്ലാത്തതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പൊ ചിലർ ഈ ഒരു ഒറ്റപ്പെടൽ കളയാൻ വേണ്ടിയിട്ട്, അതായത് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യരുത് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് വരുന്നതായിരിക്കാം. ചിലർ വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങളില്ലാതെ പറ്റാത്തത് കൊണ്ട് വന്നതായിരിക്കാം, ആ ഇഷ്ടം കൊണ്ട് വന്നതായിരിക്കാം. അപ്പൊ എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് മാറിയത് എന്നുള്ളതാണ്. അതായത് ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടുപേരും പിരിഞ്ഞതിന്റെ കാരണം എന്താണെന്നാണ് നിനക്ക് തോന്നുന്നത്? അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നിന്റെ ലൈഫിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത്, നിന്റെ ചിന്തയിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത് ചോദിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞതിന്റെ കാരണം എന്താണെന്നുള്ളത് രണ്ടുപേരും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അവരെന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുള്ളത്? അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടോ, അവരത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതേപോലെ എന്ത് മാറ്റമാണ് നിന്റെ ചിന്തയിലും ജീവിതത്തിലും വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർക്ക് പശ്ചാത്താപമുണ്ടോ, അത് മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ടോ, തയ്യാറാണോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മാറിയത് എന്നുള്ളത് നിങ്ങൾ അവരോട് ചോദിക്കുക. അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത്, അവരുടെ ചിന്താഗതിയിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത്. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല, പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്നാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും പഴയ രീതിയിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരിപ്പോഴും അവരുടെ തെറ്റുകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ അന്ന് ചെയ്തത് ശരിയായില്ല, അപ്പോൾ എൻ്റെ കുറെ ചിന്താഗതി മാറിയിട്ടുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ചാൻസ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അവർക്കുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അതൊരു ലവ് റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണോ, അതല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണോ അവർ വിചാരിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം. അതേപോലെ തന്നെ ഇപ്രാവശ്യം, അതായത് ഇനി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റിലേഷൻഷിപ്പായിട്ട് ഒരു ലവ് റിലേഷൻഷിപ്പായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ചിലപ്പോൾ പണ്ട് അവർ നിങ്ങളെ വല്ലാണ്ട് കോൾ ചെയ്തിട്ടുണ്ടാവില്ല, മെസ്സേജ് ചെയ്തിട്ടുണ്ടാവില്ല, വലിയ ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അതിന്റെ പേരിൽ കുറെ വഴക്ക് കൂടിയിട്ടുണ്ടായിരിക്കാം, കുറെ കംപ്ലൈൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇപ്രാവശ്യം അവരതൊക്കെ മാറ്റുന്നുണ്ടോ? അതായത് പഴയ രീതിയിൽ നിങ്ങളെ കോൾ ചെയ്യാതെ മെസ്സേജ് ചെയ്യാതിരിക്കുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോൾ, അതായത് ഇനി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാണോ എന്നുള്ളതാണ്. അങ്ങനെ എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് അവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം. അപ്പൊ അവരുടെ മനസ്സിലുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ളതാണ്. അപ്പൊ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ, കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, ജെന്യൂൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എന്താണ് അവരുടെ പ്രതീക്ഷകൾ എന്നുള്ളത് ചോദിക്കാം. ഇനി നാലാമത്തെ ഒരു കാര്യം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അവരുടെ ഭാഗത്തു നിന്ന് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനായിട്ട് കുറെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിനക്ക് മനസ്സിലായോ? അപ്പോൾ നിന്റെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്കുകളാണെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അതായത് അവർ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റെടുക്കാനായിട്ട് അവർ തയ്യാറാണോ എന്നുള്ളത്. ഇപ്പോഴും നിങ്ങളുടെ തലയിൽ കൊണ്ടുവന്നിട്ടാണോ അതിന്റെ കുറ്റമൊക്കെ ഇടുന്നത്, അതല്ലെങ്കിൽ അവരായിട്ടത് ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ
നീ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. മുമ്പേ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളായിരിക്കാം, അത് അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് തെറ്റുകൾ എന്നുള്ളത് അവർ പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് അത് വീണ്ടും അവർ ആവർത്തിക്കുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് നീ ശ്രമിക്കുമോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നീ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. ഇവിടെയും അവർ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക, ചിലപ്പോൾ അവർക്കൊന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ടാണ് അവർ പറയുന്നതെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അവരൊന്നും ഏറ്റെടുക്കുന്നില്ല, അവരുടെ തെറ്റുകളാണെന്ന് പറയുന്നില്ല, ഇപ്പോഴും നിങ്ങളെയാണ് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അതേപോലെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആൾ തയ്യാറല്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അവരെ അംഗീകരിക്കണമെന്ന് ഞാൻ പറയില്ല. ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ, അത് നിങ്ങളുടെ ഭാവിയെ കുറിച്ചായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും വീണ്ടും റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ നീ എന്താണ് നിന്റെ ഏറ്റവും വലിയ ഇന്റൻഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും, ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ ആള് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്, ആത്മാർത്ഥമായിട്ട് ഈ റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവുക കല്യാണം കഴിക്കണം എന്നുള്ളതായിരിക്കും. അതായത് നമുക്ക് കല്യാണം കഴിക്കണം, ഫാമിലിയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കും. അങ്ങനെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കാം, ഇനി നെക്സ്റ്റ് ടൈം ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ നീ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. അപ്പൊ അവർ ചിലപ്പോൾ ശാന്തമായ രീതിയിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യും. ഞാൻ ഇനി ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ ചോദിക്കുക, ഭാവിയെക്കുറിച്ചുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ പറയുന്നവരുടെ ആൻസറും അതും ഭയങ്കര ജെന്യുവൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ പ്രത്യേകിച്ച് ഇന്റൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, എങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ ഭാവിയിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ള ചിന്താഗതി ഉള്ളവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നവരോ അങ്ങനെ ആഗ്രഹിക്കുന്നവരോ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്സ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അവർ നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവരോട് ചോദിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് അവരുടെ ഉള്ളിൽ എന്താണ്, എന്തുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്, നിങ്ങൾ അവർക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിലെല്ലാം ശരിയാണ്, അവർ ജെന്യുവൻ ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീണ്ടും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ബ്രേക്കപ്പ് ആവാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ ഇതിലൊക്കെ അവരൊരു ജെന്യുവൻ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ അവർ മുമ്പേ ചെയ്തുള്ള തെറ്റുകളൊക്കെ ഒന്ന് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. കാരണം ആർക്കായാലും മിസ്റ്റേക്കുകൾ പറ്റുമല്ലോ, അതിൽ വീണ്ടും പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ലെസൺ ആയിട്ട് മാത്രം കാണുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അങ്ങനെ എക്സ് ഒക്കെ തിരികെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ചിലപ്പോൾ പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും എക്സ് തിരികെ വരണം, അവരില്ലാതെ പറ്റില്ല എന്നൊക്കെ. അങ്ങനെയാണെങ്കിലും തിരികെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിച്ചിട്ട് നന്നായിട്ട് തന്നെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ എക്സുമായിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം എക്സ് എന്നിലേക്ക് തിരികെ വരണം, പക്ഷെ ആളെന്നെ വിളിക്കുന്നില്ല, കോൺടാക്ട് ചെയ്യുന്നില്ല, ഒന്നുമില്ല എന്നുള്ളത്. പക്ഷേ അവർ നിങ്ങളിലേക്ക് തിരികെ വരുകയും വേണം. ഓക്കെ, അങ്ങനെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിലും എക്സിനെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ വേണം, അതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണം എന്നൊക്കെ തോന്നുന്ന ആളുകളാണെങ്കിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.